ആ ഓപ്പണിംഗ് സെറമണിയിൽ 2 ഒളിമ്പിക് കോൾഡ്രൺസ്, അതായത് തീ കത്തിക്കപ്പെടുന്ന വലിയ വെസൽസ്, അവ അവിടെ കത്തിച്ചു. അതൊന്ന് മിലാനിലുള്ള ആർക്കോ ഡെലാ പേസിലും മറ്റേത് കോർട്ടിനാസ് ടൗൺ സ്ക്വയറിലും. ആ കോൾഡ്രൺ തന്നെ ഒരു ഇൻവേർട്ടഡ് പെൻറ്റാഗ്രാം, അതുമായിട്ടൊരു റിസംബ്ലൻസ് ഉണ്ടായിരുന്നു, അതുമായിട്ട് സാമ്യം ഉണ്ടായിരുന്നു. ഈ ഇൻവേർട്ടഡ് പെൻറ്റാഗ്രാം എന്ന് പറയുന്നത് ചർച്ച് ഓഫ് സേറ്റൻ, സാത്താൻ്റെ സഭയും സിജിൽ ഓഫ് ബാഫോമെറ്റുമായിട്ടുള്ള കണക്ഷനുള്ള സിമ്പലാണ്. ഈ സേറ്റാനിക് പെൻറ്റാഗ്രാം എന്നുള്ളത് ഒരു ഇൻവേർട്ടഡ് 5 പോയിൻറ്റഡ് സ്റ്റാറാണ്. തലതിരിഞ്ഞ 5 പോയിൻ്റുള്ളൊരു സ്റ്റാർ. അത് ചൂണ്ടിക്കാണിക്കുന്നത് പരമ്പരാഗതമായിട്ടുള്ള ആത്മീക മൂല്യങ്ങളുടെ എല്ലാം തലതിരിഞ്ഞ രീതിയിലുള്ളൊരവസ്ഥ. ആത്മീയതയെക്കാട്ടിലും ഉപരി ലൗകികതയും സുഖങ്ങളെയും മുൻതൂക്കം കൊടുക്കുക, വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ, ജഡീകത, മോഹങ്ങൾ, എല്ലാവിധ പൈശാചികതയും, അതായത് സ്വയത്തെ ഉയർത്തുന്നതൊക്കെയാണ് ആ ഒരു ചിഹ്നത്തിൻ്റെ അർത്ഥം. അതിൽ നമ്മൾ കാണുന്നത് ഒരു ഗോഡ്സ് ഹെഡ്, ഒരു ആടിൻ്റെ തല. അതിൻ്റെ പേരാണ് സിജിൽ ഓഫ് ബാഫോമെറ്റ്. അത് ഗോട്ട് ഓഫ് ലസ്റ്റ്, കാമത്തിൻ്റെ ഒരു ആട് എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. പരമ്പരാഗതമായിട്ടുള്ള ആത്മീക അധികാരത്തിനും ആത്മീകതയ്ക്കുമെല്ലാം വിപരീതമായിട്ടുള്ള ഒരു ചിഹ്നമാണത്. അപ്പോൾ ഈ പെൻറ്റാഗ്രാം എന്നുള്ളത് എത്തീസ്റ്റിക് സേറ്റനിസം, ദൈവമില്ലാത്ത സാത്താന്യ പൈശാചികതയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചിഹ്നമാണ്. മനുഷ്യനെ ഒരു മൃഗമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ലൗകികതയും ജഡീകമോഹങ്ങളും ഈ ലോകത്തിലുള്ള സുഖങ്ങളും സൗകര്യങ്ങളും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും അങ്ങനെയുള്ളതിനെ ഉയർത്തിക്കാട്ടുന്ന ഒരു ചിന്താഗതിയാണ് ഈ ഒരു പെൻറ്റാഗ്രാം, ഈ എത്തീസ്റ്റിക് സേറ്റനിസത്തിൻ്റെ ഈ സിംബലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാണുക 2026 വിൻ്റർ ഒളിമ്പിക്സിൽ പൈശാചിക ചിഹ്നം എന്ന സന്ദേശം നമ്മുടെ ചാനലിൽ.